ശബരിമല സന്നിധാനത്ത് പഞ്ചാരിമേളം അവതരിപ്പിച്ച് കോട്ടയം ഇളമ്പള്ളി വാദ്യകലാസമിതിയിലെ കലാകാരന്മാർ. ഗുരുവായൂർ മഞ്ചാൽത്തറ മേള പ്രമാണി ഗുരുവായൂർ ജയപ്രകാശാണ് പഞ്ചാരിമേളം നയിച്ചത്. ശബരിമല സന്നിധാനത്ത് പഞ്ചാരിമേളം കൊട്ടിക്കയറുകയാണ്. ചെണ്ട, വലന്തല, ഇലത്താളം, കൊമ്പ്, കുഴൽ എന്നിവ ചേർന്ന മേളം ഭക്തർക്കും വിരുന്നായി. ഗുരുവായൂർ മഞ്ചുലാൽത്തറ മേളപ്രമാണിയും വീരശൃംഖല ജേതാവുമായ ഗുരുവായൂർ ജയപ്രകാശാണ് പഞ്ചാരിമേളം നയിച്ചത്. ഒപ്പം ഇളമ്പള്ളി വാദ്യകലാസമിതിയിലെ ബിജുവും സഹോദരൻ ബൈജുവും കൊട്ടിക്കയറി. ഒന്നാം കാലത്തിൽ പഞ്ചാരിമേളം ആരംഭിച്ച് അഞ്ചാം കാലത്തിൽ മേളം അവസാനിച്ചു. ഒന്നാം കാലം 96 അഷ്ടകാലം ഒരു താളവട്ടത്തിൽ ആരംഭിച്ച് രണ്ടാം കാലത്തിലേക്ക് എത്തുമ്പോൾ 48 അഷ്ടകാലം ഒരു താളവട്ടമായി കുറയും. മൂന്നാം കാലം 32 അഷ്ടകാലം ഒരു താളവട്ടത്തിൽ ആരംഭിച്ച് നാലാം കാലത്തിലെത്തുമ്പോൾ 12 അഷ്ടകാലം ഒരു താളവട്ടമാകും. ഒടുവിൽ അഞ്ചാം കാലം 6 അഷ്ടകാലം ഒരു താളവട്ടത്തിൽ പര്യവസാനം. കൊമ്പിന് പ്രമാണി കലാപീഠം ദീപു ഇളമ്പള്ളിൽ ആയിരുന്നു. കുടലിന് പ്രമാണി രവിശങ്കർ ചേർത്തലയും വലന്തലയ്ക്ക് പ്രമാണി കലാപീഠം ശ്രീലാൽ വെള്ളുത്തുരുത്തിയും ഇലത്താളത്തിന് പ്രമാണി ഭരണങ്ങാനം വേണുവുമായിരുന്നു. 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ലഭിച്ചെങ്കിൽ മാത്രമേ പഞ്ചാരിമേളം അവതരിപ്പിക്കാനാകൂ എന്നും ദേവസ്വം ബോർഡ് 2.5 മണിക്കൂർ അനുവദിച്ചതായും ഇളമ്പള്ളി വാദ്യകലാ സമിതിയിലെ ബൈജു പറഞ്ഞു. പഞ്ചാരിയാണ് കൊട്ടുന്നത്, 5 കാലത്തിലാണ് കൊട്ടുന്നത്. അത് 2.5 മണിക്കൂറാണ് നമുക്കിവിടെ സമയം. ഇപ്പോൾ ഇവിടെ കൊണ്ടുന്നത് 2.5 മണിക്കൂറാണ്, 4 മണിക്കൂറാണ് കൊണ്ടുണ്ട്. 2.5 മണിക്കൂർ കൊണ്ട് ഇവിടെ നമ്മൾ തീർക്കുകയാണ്. 68 പേരാണ് സന്നിധാനത്തെ പഞ്ചാരിമേളത്തിൽ പങ്കെടുത്തത്. ബംഗളൂരു സ്വദേശി വിഷ്ണു ശരൺ ഭട്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റി, രമേശ് റാവു എന്നിവരുടെ അർച്ചനയായാണ് പഞ്ചാരിമേളം നടത്തിയത്. വീഡിയോ ജേർണലിസ്റ്റ് കൃഷ്ണപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ സന്നിധാനം.